അമേരിക്കയും ഇസ്രയേലിനെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വരികയാണ്. അതേ അമേരിക്കയും ഇസ്രയേലും നടത്തിയിട്ടുള്ള വിനാശകരമായിട്ടുള്ള ആക്രമണങ്ങളെ ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെ അതിജീവിച്ചു? അതാണ് ഞെട്ടിച്ചിരിക്കുന്നത്. 5 ആഴ്ച നീണ്ടുനിന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെ കനത്ത ബോംബാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നുള്ള റിപ്പോർട്ടാണ് ഇരു രാജ്യങ്ങളെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. നമുക്കറിയാം, സംയുക്തമായിട്ടുള്ള ആക്രമണം നടത്തി ഇറാനെ നശിപ്പിക്കുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന പദ്ധതിയുമായിട്ടാണ് അമേരിക്കയും ഈ പറയുന്ന ഇസ്രയേലും കൂടി രംഗത്തെത്തിയത്. എന്നാൽ ഈ സംയുക്തമായിട്ട് ഇത്രത്തോളം ആക്രമണം നടത്തിയിട്ടും അവിടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഉപകരണങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാൻ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത്. എന്നാൽ ഇറാൻ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി ലോകം അടുത്തതായിട്ട് ഉറ്റുനോക്കുന്നത്. ഇനി രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള കാരണങ്ങളാലാണ് ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാതിരുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും നിഷിദ്ധമാണെന്ന 2003-2005 കാലഘട്ടത്തിലെ അയത്തുള്ള ഹൂറുള്ള ഖമീനിയുടെ ഫത്വയും ആണവ നിർവ്യാപന കരാറിൽ അംഗത്വം നിലനിർത്തിക്കൊണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഇറാന്റെ നിലപാടുമാണ് ഇതിനൊരു ആധാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് ബിൽ ഇറാന്റെ പാർലമെന്റ് ഇപ്പോൾ പുനഃപരിശോധിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്തിയ നിർണായക ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെ ഇറാന്റെ ആണവ മോഹങ്ങളാണ് പ്രധാന തർക്ക വിഷയമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാട്സ് ആരോപിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലും സമവായത്തിലെത്താൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞില്ല. അമേരിക്കയും ഇസ്രയേലും നടത്തിയ വിനാശകരമായിട്ടുള്ള ആക്രമണങ്ങളെ ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെ അതിജീവിച്ചു എന്നത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഭൂമിക്കടിയിൽ അതീവ രഹസ്യമായിട്ട് നിർമ്മിച്ച യുറേനിയം സമ്പുഷ്ടീകരണ തുരങ്കങ്ങളാണ് ഇറാനെ രക്ഷിച്ചത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അത്രമേൽ അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. അവിടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലൊരു നാശം വിതയ്ക്കാനോ ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിനും കഴിഞ്ഞിട്ടില്ല. ഇനി അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആഴ്ചയോളം ആക്രമണം നടത്തിയിട്ടും ഈ ഭൂഗർഭ കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. ആണവ പദ്ധതിയുടെ സുപ്രധാന ഭാഗങ്ങളെല്ലാം ഇപ്പോഴും പ്രവർത്തനാസജ്ജമാണ്. അതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യുദ്ധം നടക്കുമ്പോഴും യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ആണവായുധ വ്യാപനത്തിനുള്ള സാധ്യതകളെ കുറിച്ചും വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് ഇറാൻ കൂടുതൽ അടുത്തേക്കുമെന്നതും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്കോ സായുധ സംഘടനകളിലേക്കോ ഈ ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം എന്നതും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു സാധ്യതകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇറാൻ മറ്റൊരു മുന്നറിയിപ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്ത് കടക്കുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം കടൽ കൊള്ളയാണെന്നാണ് ഇറാൻ ഈ ഒരു ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഒരു വശത്ത് ആണവായുധം ഉപയോഗിക്കുമോ അല്ലെങ്കിൽ നിർമ്മിക്കുമോ എന്നുള്ള പേടി നിലനിൽക്കെ മറുവശത്ത് ലോകരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണമോ തടസ്സങ്ങളോ ഉണ്ടായാൽ ഗൾഫ് മേഖലയിലോ ഒമാൻ ഉൾക്കടലിലോ ഉള്ള ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള ഉറച്ചമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കുക, എത്ര വലിയ ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാൻ എല്ലാം കൊണ്ട് സജ്ജമാണ്, ഇറാൻ എന്തും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയതൊന്നും അവരെ ഒരിക്കലും തളർത്തില്ല എന്നതാണ് വാസ്തവം. പുതിയ ഉപരോധം അനുസരിച്ച്, അതായത് പ്രാബല്യത്തിൽ വരുന്ന പുതിയൊരു ഉപരോധം അനുസരിച്ച് ഇറാനിയൻ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന എല്ലാ
രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നതും എന്നാൽ ഇറാൻ തുറമുഖങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുമായിട്ടുള്ള കപ്പലുകളെ തടയില്ല എന്നും അമേരിക്കൻ സേന വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് കോപ്പി ടു കോപ്പിയാണ്. അതായത് ഹോർമുസിൽ ഇറാൻ നടത്തുന്ന അതേ സംഭവം തന്നെ അമേരിക്ക അപ്പുറത്തെ മറുവശത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ രാജ്യങ്ങളെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു താല്പര്യവുമില്ല അമേരിക്കയ്ക്കൊപ്പം നിൽക്കാൻ, ഒരു രീതിയിലുള്ള ഒരു സമീപനവും അവർ കാണിക്കുന്നില്ല, ഒരു താല്പര്യമില്ല. എന്നിട്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും ഈ ട്രംപ് അവരെ തന്റെ വലയിലാക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അമേരിക്ക ഒറ്റപ്പെട്ട സാഹചര്യമാണ്. അമേരിക്കയുടെ ഒരു നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സമുദ്രമേഖലയിലെ സമാധാനം തകർക്കുന്നു എന്നതുമാണ് ഇറാന്റെ പക്ഷം എന്ന് പറയുന്നത്. അമേരിക്കൻ ഭീഷണി മറികടക്കാൻ ഹോർമുസ് കടലിടുക്കിൽ സ്ഥിരം സംവിധാനം നടപ്പിലാക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം കൂടിയിരിക്കുകയാണ്. സ്വന്തം തുറമുഖങ്ങളുടെ സുരക്ഷ അപകടത്തിലായാൽ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രസ്താവന ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇനി തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കടൽപാതയിലെ നാവിക ഉപരോധം ആഗോള ഇന്ധന വിപണിയെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും ബാധിക്കുമെന്ന ഭീതിയും ഉയരുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്ക തീർത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തിയും പ്രസ്താവനകൾ ഇറക്കിയും വെല്ലുവിളിച്ചും ഒക്കെ മറ്റു രാജ്യങ്ങളെ തന്റെ കൂടെ നിർത്താൻ നോക്കുമ്പോൾ ആ രാജ്യങ്ങളൊക്കെ തന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ ബ്രിട്ടൻ തന്റെ നിലപാട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് എന്ത് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിനോ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്നതിനോ ഇല്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞിരിക്കുകയാണ്. ഹോർമുസ് തുറക്കണമെന്നത് ബ്രിട്ടന്റെ അഭിപ്രായമാണ്. അതിനായിട്ട് ഉപരോധത്തെ പിന്തുണയ്ക്കില്ല, പക്ഷേ ഞങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഉപരോധത്തെ പിന്തുണയ്ക്കുന്നില്ല. BBC റേഡിയോ 5 ലൈവിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നത് സുപ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് എന്റെ കാഴ്ചപ്പാടിൽ കടലിടുക്ക് പൂർണ്ണമായും തുറന്നിടേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഞങ്ങൾ അതിനായിട്ടുള്ള ശ്രമത്തിലാണ്, അത് തുടരുകയും ചെയ്യും എന്നാണ് സ്റ്റാർമർ വ്യക്തമാക്കിയത്. ഇനി യുദ്ധത്തിൽ പങ്കുചേരാൻ ബ്രിട്ടനും സമ്മർദ്ദമുണ്ട് എന്നും സ്റ്റാർമർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിയമപരമായിട്ടുള്ള അടിത്തറയും കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത പദ്ധതിയും ഇല്ലാതെ താൻ അതിന് മുതിരില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബ്രിട്ടന്റെ മൈൻ സ്വീപ്പറുകൾ, അതായത് കുഴി ബോംബുകൾ നീക്കം ചെയ്യുന്ന കപ്പലുകൾ മേഖലയിലുണ്ട് എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. സൈനിക നീക്കങ്ങളെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല എങ്കിലും തങ്ങളുടെ സൈനിക ശേഷി കടലിടുക്ക് പൂർണ്ണമായും തുറന്നിടുന്നതിൽ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ബ്രിട്ടനും മറ്റ് ഹോർമുസിലേക്ക് പടക്കപ്പൽ അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ബ്രിട്ടന്റെ പ്രതികരണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവിടുത്തെ പ്രസിഡന്റ് പോലും അറിയാതെ അവിടെ ഈ കാര്യങ്ങൾ പറയുകയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ്. അതായത് ബ്രിട്ടൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറയുകയാണ്, അവിടുത്തെ കപ്പലൊക്കെ വരികയാണെന്ന്. പക്ഷെ ബ്രിട്ടൻ അതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഉപരോധ മാർഗം വഴിയുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US സൈന്യം അറിയിച്ചിരുന്നു. ഇതിനിടെ ഹോർമുസ് US നാവിക ഉപരോധത്തിനെതിരെ ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഹോർമുസ് സുരക്ഷിതവും സുഗമവുമാകേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതു താല്പര്യമാണെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാം കൊണ്ടും അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഇനി ഇറാന്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ച അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ നാശീകരണ കപ്പലുകൾക്ക് ഇറാൻ നാവികസേന അവസാന മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് US ഫ്രാങ്കി പീറ്റേഴ്സ് ജൂനിയർ, USS മൈക്കൽ മർഫി എന്നീ കപ്പലുകൾ ഗതി മാറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങണമെന്നും അല്ലാത്ത പക്ഷം ലക്ഷ്യം വെക്കുമെന്നുമാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വീഡിയോയിൽ മുഴക്കുന്ന ഭീഷണി എന്ന് പറയുന്നത്. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമാണ് തങ്ങൾ സഞ്ചരിക്കുന്നത് എന്നാണ് അമേരിക്കൻ നാവികസേന പറയുന്ന മറുപടി. എന്നാൽ ഇത് തീർത്തും നിരസിച്ചുകൊണ്ടാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. ഇറാൻ നേരത്തെ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിടുക്കിലെത്തിയത്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ലോകത്തെ പ്രധാന എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് നിയന്ത്രണം ഇറാൻ പിടിച്ചെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് തടസ്സപ്പെട്ട വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് അമേരിക്ക ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത്തരം നീക്കങ്ങളിൽ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. തങ്ങളുടെ ജലപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് വെല്ലുവിളിക്കുന്ന
ശത്രുക്കളെ നേരിടുമെന്നാണ് ഇറാന്റെ നിലപാട്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാട്സും ഇറാൻ പ്രതിനിധികളും ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ഇറാന്റെ ആണവ നിലപാടുകളും അമേരിക്കയുടെ നിബന്ധനകളും തമ്മിലുള്ള തർക്കമാണ് ചർച്ചകൾ സ്തംഭിക്കാൻ കാരണമായത്. ഇതിനെ തുടർന്നാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നാവികസേനയ്ക്ക് ഉത്തരവിട്ടത്. എന്തായാലും ഫെബ്രുവരി 28-ന് ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി വധിക്കപ്പെട്ടതോടെയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലായി. നിലവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഹോർമുസിലെ പുതിയ സംഭവ വികാസങ്ങൾ മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെ ഈ ഒരു കർശന നീക്കത്തെ ഇറാൻ പരിഹസിച്ച് തള്ളിയെങ്കിലും ആഗോള സാമ്പത്തിക രംഗത്ത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും ബാരലിന് $100 എന്ന പരിധി മറികടക്കുകയും ചെയ്തത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാലും അമേരിക്കൻ ക്രൂഡ് ഓയിൽ വില $104 മറ്റിടങ്ങളിൽ $101 ആയിട്ട് തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെ അമേരിക്ക തടയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും എണ്ണ വിതരണത്തിലൂടെ ഉണ്ടായേക്കാവുന്ന കുറവ് വരും ദിവസങ്ങളിൽ ആഗോള വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ഇറാൻ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനങ്ങൾ ചിരിക്കാൻ വക നൽകുന്നു എന്നാണ് ഇറാന്റെ പരിഹാസം. മേഖലയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇറാൻ. കടലിടുക്ക് ഇറാൻ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവരുടെ ആണവ ആയുധ പദ്ധതികൾ നടത്തുന്ന സ്ഥലമോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ്. അതൊന്നും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു യുദ്ധം കടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീതിയിലാവുന്നത് പശ്ചിമേഷ്യയാണ്.